കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ വർക്ക്ഷോപ്പിലേക്ക് ഇടിച്ചു കയറി. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങൾ ഇടിച്ചിട്ടു. സിനോജ് തോമസ് വിശദാംശങ്ങളുമായുണ്ട്. സിനോജ്, എന്താണ് സംഭവിച്ചത്? സിനോജ് ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. നികേഷ് പറഞ്ഞ സ്ഥലത്തുണ്ട്. അല്പസമയം മുൻപാണ് ഈ അപകടം നടക്കുന്നത്. ദൃശ്യങ്ങൾക്ക് പോയാൽ കാണാം, ഒരു ഇന്നോവ കാറ് നിയന്ത്രണം വിട്ട് വന്നാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. വളവാണ്. വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട കാറ് ഇടിച്ച് ഇവിടെ ഒരു വർക്ക്ഷോപ്പുണ്ട്. കാറിൻ്റെയും ഒപ്പം തന്നെ ബൈക്കിൻ്റെ ഒക്കെ വർക്ക്ഷോപ്പുണ്ട്, ടൈൽ കടയുണ്ട്. അവിടേക്കാണ് ഈ വാഹനം ഇടിച്ച് കയറിയിരിക്കുന്നത്. 10-ലധികം വാഹനങ്ങൾ ഇടിച്ച് തകർത്തിട്ടിരിക്കുകയാണ്. ഇത് എവിടെ നിന്ന് കാർ ഏത് ഭാഗത്തുനിന്ന് വന്നത്? മാവൂർ ഭാഗത്തുനിന്ന്, മാവൂരിൽ നിന്ന് ടൗണിലേക്ക് പോകുന്ന ഭാഗത്ത്. ആർക്കും പരിക്കുണ്ടോ? ഒരു 4-5 പേർക്ക് പരിക്കുണ്ട്. കാറിലുള്ളവർക്കാണോ പുറത്തുള്ളവർക്കാണോ? കാറിലുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, പുറത്തുള്ളവർക്ക് പരിക്ക്. ഷോപ്പിലുണ്ടായിരുന്ന ആളുകളാ? ഷോപ്പിലുണ്ടായിരുന്ന ഒരാൾക്കും കസ്റ്റമർക്കും പറ്റിയിട്ടുണ്ട്. ഇത് എങ്ങനെ പരിക്ക് എങ്ങനെയാണ്? അത് വണ്ടിയുടെ ഇടയിൽ പെട്ടുപോയതാണോ? എങ്ങനെ? ഈ ബൈക്കിൻ്റെ ഒക്കെ ഇടയിൽ പെട്ടുപോയതാണോ? രണ്ടാൾ ഷോപ്പിൽ നിൽക്കുകയായിരുന്നു, കസ്റ്റമറായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവരെ വന്ന് ഇടിച്ചതാണ്. ഒരാൾ വണ്ടിയിൽ അങ്ങോട്ട് പോകുന്ന ആളെ ഇടിച്ചു കൊണ്ട് വന്നു. കുറേ ബൈക്കുകൾ ഇടിച്ചിട്ടുണ്ടോ? ഒരു 13-14 ബൈക്ക് ഇടിച്ചിട്ടുണ്ട്. ഷോപ്പിലുണ്ടായിരുന്ന വണ്ടികളാണ്? വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്ന 13 എണ്ണം ഉണ്ട്, അല്ലാത്തത് വേറെ ഉണ്ട്. കുറേ ബുള്ളറ്റുകൾ തകർന്നിട്ടുണ്ടല്ലോ? ബുള്ളറ്റും ഒരു കാറും പോയിട്ടുണ്ട്. ഈ കാറ്, ഈ ഡസ്റ്റർ കാർ റോഡ് സൈഡിൽ കിടന്നാണോ? അല്ലല്ല, അത് ഇവിടെ പാർക്ക് ചെയ്ത കാർ. അതിൻ്റെ ബാക്ക് ഇടിച്ച് അങ്ങോട്ട് തെറിപ്പിച്ചതാണ്. കാറ് തെറിച്ചു പോയതാണ്. നികേഷ് കുമാർ, ഇതാണ് പറഞ്ഞത്. നിയന്ത്രണം വിട്ട് വന്ന കാറ് ഇടിച്ച് ഈ 2 കടകൾക്ക് ഇടയിലുള്ള ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയുണ്ട്. ആ വഴിയുടെ അവിടെ ആ കാറ്, ഇന്നോവ കാറ് കുടുങ്ങിക്കിടക്കുകയാണ്. ഈ ഡസ്റ്റർ കാറും ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഈ കാറ് ഇടിച്ച് ഈ കടയുടെ സൈഡിലേക്ക് മാറ്റി തെറിപ്പിച്ചിട്ടാണ് ഇന്നോവ കാറ് പോയിരിക്കുന്നത്. 4-5 പേർക്ക് പരിക്കുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നോവ കാറ് അവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ 2 കടകൾക്കിടയിൽ അടിയിലേക്ക് പോകുന്ന ഒരു അണ്ടർഗ്രൗണ്ട് വഴിയുണ്ട്. ആ വഴിയുടെ ഇടയിൽ ആ കാറ് കുടുങ്ങിക്കിടക്കുകയാണ്. വളവിൽ വെച്ച് നിയന്ത്രണം വിട്ടാണ് ഈ ഇന്നോവ കാറ് ഇവിടേക്ക് ഇടിച്ച് കയറിയിരിക്കുന്നത്. കടയുടെ പുറത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പരിക്ക് പറ്റിയെന്നാണ് ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത്. ബുള്ളറ്റ് ബൈക്കുകളാണ് ഈ കിടക്കുന്നത്. ഒരു 10-ലധികം ബൈക്കുകൾ പൂർണ്ണമായും തകർന്നു പോയിരിക്കുകയാണ്. കാരണം വർക്ക്ഷോപ്പിന് മുൻപിൽ നിർത്തിയിട്ട ബൈക്കുകളാണ്. ഇതിൻ്റെ അകത്തേക്കാണ് ഈ കാറ് നിയന്ത്രണം വിട്ട് ഇടിച്ച് കയറിയത്. ഒന്നിന് മുകളിൽ ഒന്നായി ബൈക്കുകളൊക്കെ തന്നെ ഇടിച്ച് കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. നിയന്ത്രണം വിട്ട് വന്ന കാറ് ഇവിടേക്ക് ഇടിച്ച് കയറുകയാണ്. കാറിലുണ്ടായിരുന്നവരുടെ പരിക്ക് കാര്യങ്ങൾ അറിയില്ല എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ഏതായാലും കാറിലുണ്ടായിരുന്നവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഇന്നോവ കാറ് ഈ 2 കടകൾക്കിടയിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ്. സിനോജാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് പൂവാട്ടുപറമ്പിലാണ് നിയന്ത്രണം വിട്ട ഇന്നോവ കാർ വർക്ക്ഷോപ്പിലേക്ക് ഇടിച്ചു കയറിയത്.